പുത്തൻതാണി കാർഷിക നേഴ്സറിയിൽ നിന്നാണ് നമ്മളൊരു ആനിവേഴ്സറി ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ കയ്യിൽ ഒരുപാട് തെങ്ങിൻ തൈകളും അത്യാവശ്യം വളരെ എന്താണ് റംബുട്ടാന്റെ തൈകളും ലോങ്ങൻ വെറൈറ്റീസ് എല്ലാ ചെടികള് അത്യാവശ്യം ഒരുപാട് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓഫറിന് കൊടുക്കുന്നത് ഈ 35ന്റെ തൈയാണ്. ഞങ്ങളിത് ഇവിടെ 1500 വെക്കുന്ന തൈയാണ്. ഇപ്പോൾ ഒരു നമ്മള് ആനിവേഴ്സറി ഓഫറായിട്ട് 1200 രൂപയ്ക്ക് വിൽക്കുകയാണ്. 1200. ഇപ്പൊ ഈ ബാക്കിലേക്ക് കാണുന്നതൊക്കെ തന്നെയല്ലേ? ഇതില് നമുക്ക് ഇതിപ്പം ഈ 35 ആണ്, മഞ്ഞ അല്ല. ഇത് കാണുന്നത് N18 ആണ് ഈ തൈകളൊക്കെ. ഇതെല്ലാം നമ്മൾ ഇതിലുള്ള ഏത് തൈകൾ എടുത്തിരുന്നാലും ആനിവേഴ്സറി ഓഫറായിട്ട് 1200 കൊടുക്കുന്നതാണ്. ലോങ്ങിന്റെ വെറൈറ്റി തൈകളെ പറ്റിയാണ് അപ്പൊ നമ്മളെടുത്ത് കളക്ഷൻ ഉള്ളത്. ഇത് എഡ്വേർഡ് സ്റ്റാർ ആണ്. എഡ്വേർഡ് സ്റ്റാർ ഇത് ഡബിൾ ലോങ്ങനാണ്. അതെ, ഡബിൾ ലോങ്ങനാണ്. ഇത് 4 സീസൺ ലോങ്ങനാണ്. അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. എല്ലാം വലിയ തൈകളാണ്. വലിയ തൈകളാണ്. വലുത് മാത്രമല്ല, ഇതിന്റെ എല്ലാത്തിന്റെയും ചെറിയ തൈകളും ഉണ്ട്. ഇതിന്റെ എല്ലാം ചെറുതാണ്. ഇനി അടുത്ത് ഈ ലോങ്ങന്റെ എല്ലാത്തിന്റെയും ചെറിയത്. ഇത് 4 സീസൺ ആണ്. കണ്ടോ, ഇത് 4 സീസൺ. ഇത് 4 സീസൺ ഒക്കെ നല്ല ഫ്ലവർ ഇട്ട തൈകളുണ്ട്. കണ്ടോ, നോക്കോളെ. ഇതുണ്ടോ, മീഡിയം തൈകൾ, ഫ്ലവർ ഇട്ട തൈകളുണ്ട്. പിന്നെ എഡ്വേർഡ് സ്റ്റാർ ഉണ്ട്. ഇത് ഏതാണെന്നറിയോ? ഇത് വിയറ്റ്നാം സൂപ്പർ എർലി തൈകൾ. ആർക്കും ഞാൻ പുതുതായിട്ട് പരിചയപ്പെടുത്തി തരണ്ട. ഇത് നമ്മളിപ്പോൾ ഞങ്ങളുടെ ഈ 1 ഇയറിന്റെ ആനിവേഴ്സറി ഓഫറിൽ ഞങ്ങൾ 800 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ്. തൈകൾ നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് ഈ സൈസാണ് തൈകൾ. പക്ഷെ ഇത് നിങ്ങൾ കൊണ്ടുവച്ചാൽ ഒരു 6 മാസം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ചക്ക ഇത് കായ്പ്പിക്കാം. ഇനി അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പേരയ്ക്ക തൈകളുടെ വെറൈറ്റീസ് ആണ്. ഇപ്പം നമ്മളെടുത്ത് ലളിത് പേര, ജപ്പാൻ പേര, റെഡ് ഡയമണ്ട്, അടുത്ത് ബ്ലാക്ക് ഡയമണ്ട്, ഗോൾഡൻ, അർക്കാക്കിരൻ, തായ്പിങ്ക്, അങ്ങനെ വെറൈറ്റി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ കസ്റ്റമറും ഫൈബർ കണ്ടന്റ് കൂടുതൽ പേരക്കയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പേരക്ക തൈകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഏകദേശം 8-10ഓളം വെറൈറ്റി കിലോ പേര അടക്കം നമ്മളെ കയ്യിൽ കളക്ഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കവുങ്ങിന്റെ അത്യാവശ്യം കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രി മംഗള കവുങ്ങിനെ ആദ്യം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കുള്ളൻ വെറൈറ്റി എത്തിപ്പെട്ടതാണ്. പിന്നെ അത് പോയിട്ട് അടുത്ത് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടയ്ക്ക വലിപ്പമുള്ളതാണ്. വീടിന്റെ ഷോ പ്ലാന്റ് പോലുള്ള സംഭവത്തിനൊക്കെ നല്ലതാണ്. വ്യാവസായികമായിട്ട് ഞാൻ ഒരിക്കലും ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ 3 വർഷം കൊണ്ട് കായ്ക്കും. അടുത്ത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് മോഹിത് നഗറാണ്. മോഹിത് നഗർ അത്യാവശ്യം പിന്നെ മീഡിയം സൈസ് വലിപ്പം അടയ്ക്ക, തൂക്കം ഉണ്ടാവും. ഒരുപാട് പിന്നെ ക്വാണ്ടിറ്റിയിൽ നമ്മളിൽ കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കാസർഗോഡൻ്റെയും കളക്ഷൻ നമ്മളെടുത്തുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്. നമ്മളെ പിന്നെ പുത്തൻതാണി കാർഷിക നേഴ്സറിയുടെ 1 ഇയർ ഓഫറാണ്. അതായത് ബ്ലാക്ക് ഡയമണ്ട് പേര, പിന്നെ ഒരു അബിയുവിൻ്റെ തൈയും, പിന്നെ നമ്മളൊരു വിയറ്റ്നാം ഏർലി പ്ലാവ്, പിന്നെ ഒരു റംബുട്ടാൻ്റെ തൈ, പിന്നെ ഒരു പോട്ടൂർക്കുണം മാവ്. 5 പ്ലാന്റ് 1000 രൂപ. 5 പ്ലാന്റ് 1000 രൂപ ഒരു പാക്കേജ് ആയിട്ട്. അടുത്തൊരു സ്പെഷ്യൽ ഓഫറാണ്. വലിയ തൈകൾ, ചെറിയ തൈകൾ മാത്രമല്ല വലിയ തൈകൾ ഞങ്ങൾ ഓഫറിന് കൊടുക്കുന്നുണ്ട്. അതായത് ഇതാണ്ട് ഇത്രയും വലിപ്പത്തിലുള്ള അബിയു, ഏകദേശം 1.5 വർഷം കൊണ്ട് ഇതെല്ലാം കായ്ക്കും. അബിയു, പിന്നെ നമ്മുടെ എല്ലാവർക്കും എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്ന നാംഡോക് മൈ ഗോൾഡ്. അടുത്തത് R2E2 ജംബോ റെഡ് മാവ്. പിന്നെ അടുത്ത് വിയറ്റ്നാമിന്റെ വലിയൊരു തൈ. പിന്നെ ഉള്ളത് ഒരു റംബുട്ടാന്റെ വലിയൊരു തൈ. ഇത്രയും 5 പ്ലാന്റ് 2000 രൂപയുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ്. പിന്നെ ഈ ഓഫറുകളെല്ലാം 15 ദിവസത്തേക്ക് ഉള്ളതാണ്. ജബോട്ടിക്കവ എസ്കാർലറ്റിന്റെ വലിയ തൈയാണ് കേട്ടോ. ജംബോ പ്ലാന്റ് ആണ്. അത്യാവശ്യം കായോട് കൂടിയ പ്ലാന്റുകൾ, വലിയ പ്ലാന്റ്. അതൊന്നും മാത്രമല്ല, എസ്കാർലറ്റും ഉണ്ട്. വലുത് മാത്രമല്ല, ചെറുതിൻ്റെയും അത്യാവശ്യം ഒരുപാട് കളക്ഷൻ ഉണ്ട്. എസ്കാർലേറ്റ്, റെഡ് ഹൈബ്രിഡ്, ചെറിയ തൈകൾ മുതൽ കായ്ച്ചു നിൽക്കുന്ന പ്ലാന്റുകളാണ് നമ്മുടെ കളക്ഷൻ ഉള്ളത്. വിയറ്റ്നാമിൻ്റെ റെഡാണ്, സ്പെഷ്യൽ ഓഫറാണ്. ഇത് നമ്മളെ പ്ലാന്റുകൾ തൈകൾ നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ്. ഞങ്ങളിതിവിടെ 1100 കൊടുത്തുകൊണ്ടിരുന്ന തൈകളാണ്. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് 900 രൂപയ്ക്ക് വിയറ്റ്നാമിൻ്റെ റെഡ് കൊടുക്കണം. അടുത്തത് നമുക്ക് സിദ്ധു ജാക്ക് ഫ്രൂട്ട് ചുമന്ന ചക്കേൻ്റെ അതൊരല്പം ലേറ്റായി കായ്ച്ചിരുന്നാലും ചക്കയുടെ സൈസും ടേസ്റ്റിലും ഒക്കെ നമ്പർ 1 ചക്കയാണ് സിദ്ധു ജാക്ക് ഫ്രൂട്ടിന് വിളിച്ച ഒരുപാട് കസ്റ്റമറുടെ അറിവിനായിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ പ്ലാന്റ്
ഈ നിൽക്കുന്ന വലിയ പ്ലാന്റ് ഞങ്ങളിവിടെ 800 രൂപയ്ക്കാണ് ആനിവേഴ്സറി ഓഫറായിട്ട് കൊടുക്കും. ഒരു 15 ദിവസം നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കണം. എപ്പോഴത്തെ ഹിറ്റായിട്ടുള്ള ശ്രീലങ്കൻ തെങ്ങാണ്. ശ്രീലങ്കൻ തെങ്ങ് നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമ്മളടുത്ത് ഓർഡർ ചെയ്യാം, നമ്മൾ കളക്ഷൻ എടുത്ത് തരും. നിലവിൽ നമുക്ക് അത്യാവശ്യം കളക്ഷൻ നമ്മളെ കയ്യിലുണ്ട്. ശ്രീലങ്കൻ തൈയെ പറ്റി ആർക്കും ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട. ശ്രീലങ്കൻ തേങ്ങകളിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ളതും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കായ്ക്കുന്നതും രോഗപ്രതിരോധ ശക്തി ഉള്ളതുമായിട്ടുള്ള തെങ്ങിനത്തിൽപ്പെട്ട ഒന്നാണ് കുറ്റ്യാടി തൈകളുടെ ഒരു വമ്പൻ കളക്ഷൻ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ സ്പെഷ്യൽ തൈകൾ വന്നിരുന്നാലും കുറ്റ്യാടിക്ക് കസ്റ്റമർ ഒരുപാടുണ്ട്, അതിൻ്റെതായ ആവശ്യക്കാരുണ്ട്. കുറ്റ്യാടി അത് എത്ര ഒരു 6-7 വർഷം എടുത്ത് കായ്ച്ചിരുന്നാലും ശരി തന്നെ കുറ്റ്യാടിക്ക് നമുക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ്. ഏത് വെറൈറ്റി വന്നാലും നമ്മുടെ കുറ്റ്യാടി നമ്മളൊന്ന് സജസ്റ്റ് ചെയ്യും. അതെ, ഞാൻ കസ്റ്റമറിന് എപ്പോഴും നിങ്ങൾ ഏത് തൈയാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയുടെ ഒരുപാട് കളക്ഷൻ നമ്മളെടുത്തുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ തേങ്ങയോട് വളരെ സാമ്യമുള്ള അതിന് അത്യാവശ്യം ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പം 75% ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്. അപ്പം അല്പം ലേറ്റായി കായ്ച്ചിരുന്നാലും കുഴപ്പമില്ല, വലിയ ശല്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അത്യാവശ്യം നമ്മൾ ഈ തെങ്ങുകൾ വെക്കുന്ന കസ്റ്റമറുടെ അടുത്ത് ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിരോധത്തിനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കരുതണം. ഇല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് 2 വർഷമായി 3 വർഷമായി ഇത് പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അതെന്ന് വെച്ചാൽ ഉണ്ടാകുന്നുണ്ട്. കാര്യം ഒരുപാട് തൈകൾ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശല്യമോ ചെമ്പൻ ചെല്ലിയും എല്ലാമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളൊരു മരുന്ന് കരുതുന്നത് നല്ലതായിരിക്കും. ഞങ്ങളെ കയ്യിൽ ആദ്യമായിട്ട് എത്തിയ കളക്ഷനാണ് കേസരി കോക്കനട്ട്. പുതിയ വെറൈറ്റി നമ്മളെ കയ്യിലാ. ശരിയാണ്, സുലഭമായിട്ട് നമ്മളെ നാടുകളിൽ കിട്ടുന്നതാണ്. പുത്തൻതാണി കാർഷിക നഴ്സറിയിൽ ആദ്യമായിട്ട് കിട്ടിയ സംഭവമാണ്. എന്നുവെച്ചാൽ കുള്ളം വെറൈറ്റിയിൽ സ്പെഷ്യൽ തേടി നടക്കുന്ന ആൾക്കാർക്ക്, അതായത് 3-4 വർഷം കൊണ്ട് കായ്ക്കുന്നത് ഏകദേശം 150-200ഓളം തേങ്ങ നമുക്ക് ലഭിക്കുന്നതും ഓയിൽ കണ്ടന്റ് ഉള്ളതും വളരെ പ്രതിരോധശേഷി ഉള്ളതുമായ കുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു തൈയാണ് കേസരി കോക്കനട്ട്. അത്യാവശ്യം പിന്നെ കളക്ഷൻ നമ്മളെടുത്തുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്ത് തരും. അടുത്ത് ഇത് ഏതാണെന്ന് വെച്ചാൽ രാംഗംഗ കോക്കനട്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് അത്യാവശ്യം ഒരുപാട്, അത് ഹോം ഗ്രൗണ്ട് തൈയായിരുന്നു. ഇത് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതിരോധശേഷി ഉള്ളതും ഒരു 2.5-3 വർഷം കൊണ്ട് 3 വർഷം ആകുമ്പോഴേക്ക് എന്തായാലും ഇതിൽ പൂക്കലുകൾ വന്ന് തുടങ്ങും. 4ാമത്തെ വർഷത്തിൽ നമുക്ക് തേങ്ങ കിട്ടി തുടങ്ങും. കാര്യം അങ്ങനെ കായ്പ്പിച്ച കായ്ക്കുന്ന കസ്റ്റമർ ഉണ്ട്. ഡ്രമ്മിൽ വരെ കായ്ക്കുന്ന ഇനത്തിൽപ്പെട്ട ഒരു വ്യത്യസ്ത, അതായത് തമിഴ്നാടാണ് ഇതിൻ്റെ സ്വദേശം. ഉമാപതിയാണ്, അവരാണിത് ഉൽപ്പാദിപ്പിച്ചത്. നമ്മുടെ നാട്ടിലിപ്പം സുലഭമായിട്ട് കിട്ടുന്നതും പെട്ടെന്ന് കായ്ക്കുന്നതുമായ ഇനത്തിൽപ്പെട്ട ഐറ്റമാണ് രാംഗംഗ. അപ്പം നമ്മൾ അതിൽ കളക്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പം അടുത്ത് പരിചയപ്പെടുത്തി പോകുന്നത് T*Dയും D*T ആണ്. അതായത് സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് ഇത് രണ്ടും. കുള്ളം വെറൈറ്റിയിൽ ഓയിൽ കണ്ടന്റ് ഉള്ളതും പെട്ടെന്ന് കായ്ക്കുന്നതുമായ വലിയ കെയറിങ് കൊടുക്കാത്ത ഐറ്റം. അതിൻ്റെ കളക്ഷൻ നമ്മളെ കയ്യിൽ അത്യാവശ്യമുണ്ട്. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് എല്ലാവർക്കും അറിയുന്ന ചാവക്കാട് കുള്ളനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മളെ നഴ്സറിയിൽ ചാവക്കാട് കുള്ളൻ്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. 3.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്രതിരോധ ശേഷിയുള്ള കുള്ളൻ വെറൈറ്റിയാണ് ചാവക്കാട് കുള്ളൻ. അപ്പോൾ ചാവക്കാട് കുള്ളൻ വെക്കാൻ താല്പര്യപ്പെടുന്ന അന്വേഷിച്ച് വന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അടുത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കൊമാഡൻ കോക്കനട്ടാണ്. ഫോട്ടോ തന്നെ അതിമനോഹരമാണ്. അതെ, കൊമാഡൻ കോക്കനട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ നാടൻ തയ്യനത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ്. നാടൻ തയ്യനത്തിൽപ്പെട്ടതാണ്. അത്യാവശ്യം നമ്മളെ നാടൻ, അതായത് കുറ്റ്യാടി പോലെയൊക്കെ ഹൈറ്റ് വെക്കും. തേങ്ങ 150-160ഓളം തേങ്ങ നമുക്കൊരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കാം. ശല്യം വളരെ കുറവ്, പ്രതിരോധശേഷി ഉള്ളതാണ് കൊമാഡൻ കോക്കനട്ട്. അതിൻ്റെ കളക്ഷൻ നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ഇനം തെങ്ങിൻ തൈകൾ വെക്കാൻ താല്പര്യമുള്ള കസ്റ്റമർക്ക് നമ്മുടെ സ്ഥലം മറന്നു പോകണ്ട, മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി കാർഷികനെ. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അന്നൂർ കുള്ളനാണ്. പുതിയ ഇനം തൈയാണ്. പുതിയ ഇനം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നമ്മളെ നഴ്സറിയിൽ പുതിയതാണ്. ഒരു കസ്റ്റമറിന് ആവശ്യം തൈകൾ പെട്ടെന്ന് വളരുക, 5 കാര്യങ്ങളാണ്. പെട്ടെന്ന് വളരുക, നമുക്ക് അത്യാവശ്യം ഒരുപാട് തേങ്ങകൾ കിട്ടുക, ഓയിൽ കണ്ടന്റ് ഉണ്ടാവുക, ഒരുപാട് ഹൈറ്റ് വെച്ച് പോകരുത്. ഇതൊക്കെയാണ്. അതായത് ശല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക. അങ്ങനെ നോക്കുന്ന കസ്റ്റമറിന് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് തെങ്ങാണ് അന്നൂർക്കുള്ളത്.
അത്യാവശ്യം ഓയിൽ കണ്ടൻറ്റ് 72% ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയതും ഒരു 4 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായ കുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റി തെങ്ങാണ് അന്നൂർ കുള്ളൻ. ആപ്പിളിൻ്റെ തൈകളാണ്. ആപ്പിളിൻ്റെ ഒരു സ്പെഷ്യൽ ഇരുന്നോട്ടെ നമ്മൾ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട്, അതായത് 40-45 ഡിഗ്രി സെൽഷ്യസിൽ കായ്ക്കുന്ന ആപ്പിളിൻ്റെ തൈകളാണ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലൊക്കെ ആപ്പിളിൻ്റെ തൈകളൊക്കെ കായ്ക്കുന്നുണ്ട്. നമ്മൾ സ്പെഷ്യൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ 1500 വിൽക്കുന്ന വലിയ തൈകളാണ്. കാരണം ഒരു കുറച്ച് താഴെയുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അതെ, സംഭവം വലിയ തൈകളാണ്. ഇത് ഞങ്ങളിവിടെ ഓഫർ ഇട്ട് 1200 കൊടുക്കുകയാണ്. കൊളംബ്, R2U2, നാംഡോക് മൈ ഗോൾഡ്, കാറ്റുമോണ് മാവിന്റെ നല്ലൊരു കളക്ഷൻ ഒരുപാടുണ്ട്. എല്ലാ തൈകളും നമ്മളെ ഈ 15 ദിവസത്തെ ഓഫറാണ്. അടുത്ത നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റുകൾ, അലങ്കാര സസ്യങ്ങൾ, ഇപ്പോൾ യുജീനിയ പോലെ മിനി പാല, ബാംബു, സൈപ്രസ് വെറൈറ്റീസ്, പിന്നെ ലോറ പെറ്റാലോ, അങ്ങനെ ചെമ്പകം, വൈറ്റ് ചെമ്പകം അടിപൊളി പ്ലാന്റ് ആണുള്ളത് കേട്ടോ. ഇതാണ്ടോ ഫ്ലവർ ഒന്ന് തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള ചെടികളുടെയും കുറച്ച് കളക്ഷൻസുകൾ നമ്മളെ കയ്യിലുണ്ട്. ഫോക്കസ് ചെയ്യുന്നത് ഫ്രൂട്ട് പ്ലാന്റുകളാണ്. അടുത്ത ഇത് ഏതാണെന്നറിയാമോ? ഇത് പഞ്ചാര മാങ്ങ, ചക്കരക്കുട്ടി, ചെറിയ മാങ്ങയാണ്. അത്യാവശ്യം കളക്ഷൻ നമ്മളടുത്ത് ഉണ്ട്. ചക്കരക്കുട്ടി മാംഗോ. അടുത്തായിട്ട് നമ്മളടുത്തുള്ള മാവിന്റെ കളക്ഷനുകൾ പരിചയപ്പെടുത്തണം. കോശ്ശേരി, സൂപ്പർ കീൻ, ഓൾ സീസൺ, നാംഡോക് മൈ ഗോൾഡ്, ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന മാവിനങ്ങളാണ്. കൊളംബ്, കാറ്റുമോന്റെ തൈകള്, കോട്ടൂർക്കോണം, R2U2 ജംബോ. അടുത്ത ദാണ്ടെ എക്കാലത്തെയും സ്പെഷ്യലായിട്ടുള്ള ബനാന മാംഗോ യെല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഇത് 4-5 വർഷം എടുത്തിട്ട് കായ്ക്കൊള്ളുന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അതെല്ലാം പോട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേമസ് ആയിട്ട് കൊണ്ടുള്ള മിയാസാക്കിൻ്റെ മാവിൻ്റെ നല്ലൊരു കളക്ഷന്. കാര്യം അത് അല്പം ലേറ്റായി കായ്ച്ചെന്നാലും കസ്റ്റമറിന് എപ്പോഴും ചോദിച്ചു വരുന്നൊരു ആണ് മിയാസാക്കിൻ്റെ മാവിൻ്റെ കളക്ഷൻ. പിന്നെ അമേരിക്കൻ റെഡ് പാൾമർ, അങ്ങനെയുള്ള എല്ലാ ഒരു 10-15 വെറൈറ്റിയോളം മാവിൻ്റെ തൈകളും പുത്തനത്താണി കാർഷിക നേഴ്സറി, അതായത് 250 രൂപ റേഞ്ച് തൊട്ട് തുടങ്ങുന്ന മാവിൻ്റെ തൈ കളക്ഷൻസും പുത്തനത്താണി കാർഷിക നേഴ്സറിയിലുണ്ട്.